നമസ്കാരം ഫ്രണ്ട്സ്, ഗരം മസാലയുടെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഫിഷ് ബിരിയാണിയാണ്. ഇത് സ്പെഷ്യൽ ബിരിയാണിയാണിത്. ബിഗിനേഴ്സിനൊക്കെ ഫോളോ ചെയ്യാവുന്ന വളരെ ഈസി ആയിട്ടും എന്നാലോ നല്ല ടേസ്റ്റ് ഉള്ളതായിട്ടുള്ള ഒരു ബിരിയാണിയാണിത്. ഈ കോവിഡ് സീസണിൽ എല്ലാവർക്കും ഫിഷ് കിട്ടുമോയെന്ന് അറിയില്ല, എന്നാലും ഫിഷ് കിട്ടുന്ന സമയത്തൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ഈ ഈദ് സ്പെഷ്യൽ ഫിഷ് ബിരിയാണി എങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ ഫിഷ് ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള ഫിഷ് നമുക്ക് ആദ്യം മാരിനേറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ കേതറയായിട്ട് എടുത്തിട്ടുള്ളത്. ഒരുപാട് വലിയ പീസ് അല്ല ഇത്, അത്യാവശ്യം വലുപ്പം ഉണ്ടായിരുന്നു. ഇത്ര പോകുന്ന പീസുകളായിട്ടാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. വേണമെങ്കിൽ റൗണ്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് ഈ ഫിഷിനെ മാരിനേറ്റ് ചെയ്യാം. ഇവിടെ ഞാൻ 1 കിലോ മീനാട്ടോ എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ്. ഇനി ഞാൻ 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഒരുപാട് എരിവൊന്നും വേണ്ട. അടുത്തതായിട്ട് നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. അരമുറി നാരങ്ങ പിഴിഞ്ഞൊഴുക്കിവിടെ വേണം. നമുക്കിനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ മിക്സ് മുഴുവനായിട്ടും മീനിൽ തേച്ച് പിടിപ്പിക്കാം. ഇതിലോട്ട് ഞാൻ ഇഞ്ചിയോ വെളുത്തുള്ളി അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മസാലയിൽ മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ മീനിനെ കുറഞ്ഞതൊരു 1 മണിക്കൂറെങ്കിലുമൊക്കെ വെക്കണം കേട്ടോ. എത്രത്തോളം സമയം ഇരിക്കണോ അത്രത്തോളം നന്നായിരിക്കും നമ്മുടെ ഫിഷിൻ്റെ ടേസ്റ്റ്. നമുക്കിത് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം, അല്ലെങ്കിൽ പുറത്ത് തന്നെ അടച്ചു വെക്കാം. ഇവിടെ ഞാനൊരു പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഈ പാനിലോട്ട് നമുക്ക് ഒരു 1/2 കപ്പോളം എണ്ണ ഒഴിക്കണം കേട്ടോ. മീൻ ഫ്രൈ ചെയ്യാനുള്ളതും അതുപോലെ തന്നെ സവാള ഫ്രൈ ചെയ്യാനുള്ളതും ഒക്കെ ആയിട്ടുള്ള എണ്ണയാണിത്. നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ ഒരു സവാള സ്ലൈസ് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇത് നമ്മുടെ ബിരിയാണി ദം ചെയ്യുമ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്കിത് എണ്ണയിലോട്ട് മാറ്റിയിട്ട് ഗോൾഡൻ ബ്രൗൺ നിറാകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൽ കൂടെ വേണമെങ്കിൽ കാഷ്യൂനട്ട്സും റൈസിൻസും ഒക്കെ ഉപയോഗിക്കാം. പക്ഷെ ഞാൻ ഈ ബിരിയാണിയിലോട്ട് 2 ചേർക്കുന്നില്ല കേട്ടോ. ഇപ്പോൾ നമ്മുടെ സവാള നല്ല ഗോൾഡൻ ബ്രൗൺ നിറായിട്ടുണ്ട്. ഇനി ഞാനിത് എണ്ണയിൽ നിന്ന് മാറ്റിയാണ്. നമുക്ക് ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഒന്നുകിൽ എണ്ണയും നെയ്യും മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ എണ്ണ മാത്രമായിട്ട് ഉപയോഗിക്കാം. നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇനി ഈ എണ്ണയിലോട്ട് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്തിട്ടുള്ള ഫിഷ് പീസസ് മാറ്റിയിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. 1 ബഞ്ചായിട്ട് ഫ്രൈ ചെയ്യൽ കഴിയില്ല കേട്ടോ, 2 ബഞ്ചായിട്ട് ഫ്രൈ ചെയ്യേണ്ടി വരുന്നത്. ഇനി നമ്മുടെ ഫിഷ് പീസസ് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ആദ്യത്തെ ബഞ്ച് ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതുപോലെ നമുക്ക് അടുത്ത ബഞ്ച് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ അടുത്ത ബഞ്ച് ഫിഷും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ 1 കിലോ ഫിഷ് ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മസാല റെഡിയാക്കാം. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് എണ്ണ ഒഴിക്കാം. ചട്ടിയിൽ ബാക്കി എണ്ണ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒഴിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഏകദേശം 4 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് നെയ്യ് കൂടെ ഒഴിക്കാം. 1 2 ടേബിൾ സ്പൂൺ നമുക്ക് നെയ്യ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. നെയ്യ് ഇല്ലാണ്ടേ നമുക്ക് മസാല ഉണ്ടാക്കാം. ദം ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ റൈസ് ഉണ്ടാക്കുമ്പോഴോ മാത്രം നെയ്യ് ഉപയോഗിച്ചാലും മതി. നമ്മുടെ എണ്ണ ചൂടായി വരട്ടെ. അടുത്തതായിട്ട് നമുക്ക് മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് എടുക്കാം. ഞാനിവിടെ 3 സവാള എടുത്തിട്ടുണ്ട്. ഇത് ഒരു മീഡിയം സൈസാണ്. ഇത് രണ്ടും കുറച്ച് വലുപ്പമുള്ളതാണ് കേട്ടോ. അതുപോലെ തന്നെ ഇഞ്ചി എടുത്തിട്ടുണ്ട്. ക്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ ഇഞ്ചി വരും. അതുപോലെ 10 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ 1.5 കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ ഈ സവാള സ്ലൈസ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ബാക്കിയുള്ള ഐറ്റംസൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ക്രഷ് ചെയ്തിട്ട് പാനിലോട്ട് ചേർത്തിട്ട് വഴറ്റിയെടുക്കുക. എന്നാൽ ഞാനിവിടെ ചെയ്യുന്നത് ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക കേട്ടോ ചെയ്യുന്നത്. ഇനി ഈ ചൂടായ എണ്ണയിലോട്ട് ഞാൻ കറിവേപ്പില ചേർക്കണം. 2 തണ്ട് കറിവേപ്പിലുണ്ട്. ഇതിലോട്ട് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ചേർക്കാം. നമ്മുടെ മസാല പെട്ടെന്ന് റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നത് പോലെ സ്ലൈസ് ചെയ്ത വെജിറ്റബിൾസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ മസാല. നമുക്കിത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിലോട്ട് കുറച്ച് ഉപ്പൊക്കെ ചേർത്തിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ ചേർത്തതിൻ്റെ പകുതിയായിട്ട് കുറഞ്ഞിട്ടുണ്ട് നമ്മുടെ സവാള. ഇനി ഇതിലോട്ട് നമുക്ക് തക്കാളി ചേർക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഞാനിവിടെ വെള്ളം തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. റൈസ് വേവിച്ചെടുക്കാനുള്ള വെള്ളം അത്. അടുത്തതായിട്ട് ഞാനിവിടെ 3 തക്കാളി എടുത്തിട്ടുണ്ട്. ഇതും മിക്സിയുടെ ജാറിലിട്ടിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. തക്കാളി ഞാൻ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം ചേർക്കണേ. ഇന്നത്തെ നമ്മുടെ ബിരിയാണിയിൽ ഈ സവാള തക്കാളി ഒന്നും അങ്ങനെ കിടക്കുന്നുണ്ടാവില്ല കേട്ടോ. ബിരിയാണിയിൽ സവാള തക്കാളി അങ്ങനെയൊന്നും കാണുന്നത് ഇഷ്ടമില്ലാത്തവർക്ക് ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ ഇങ്ങനെയുള്ളൊരു മെത്തേഡ്. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം നമ്മുടെ മസാല. നമ്മുടെ തക്കാളി വഴന്ന് വരട്ടെ.
ഇപ്പോൾ നമ്മുടെ തക്കാളിയും വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് ഇതിലോട്ട് ഓരോ ഐറ്റംസായി ചേർക്കാം. ഞാനിവിടെ ഒരു അരമുറി നാരങ്ങ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. ഇതിലോട്ട് നമുക്ക് 1/2 ടീസ്പൂൺ ബിരിയാണി മസാല പൗഡർ അല്ലെങ്കിൽ ഗരം മസാല പൗഡർ ചേർക്കാം. ഞാനിത് ഒരേ അളവിൽ ഏലക്ക, പട്ട, ഗ്രാമ്പു ഇവ വറുത്ത് പൊടിച്ചെടുത്തതാണ്. ഇനി ഞാൻ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർക്കുന്നുണ്ട്. ഈ 2 മസാല മാത്രമേ ചേർക്കുന്നുള്ളൂ, വേറെ പൗഡറുകളൊന്നും ചേർത്തിട്ടില്ല. ഇനി മല്ലിയില, പുതിനയില ഇവയാണിത് 1/2 കപ്പ് ഉണ്ടാവും, രണ്ടും കൂടെ ചോപ്പ് ചെയ്തെടുത്തതാണ്. അടുത്തതായിട്ട് ഇതിലോട്ട് നമുക്ക് 2-3 ടേബിൾ സ്പൂൺ തൈര് കൂടെ ചേർക്കാം. ഈ തൈര് വേണമെന്നില്ല കേട്ടോ, തൈര് നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം. ഞാൻ 4 ടേബിൾ സ്പൂണാണ് തൈര് ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. ഇനി ഈ തൈരൊക്കെ ഒന്ന് വറ്റി പോകണം. ഇത് നമ്മൾ ഫിഷ് മാരിനേറ്റ് ചെയ്ത് വെച്ചതിൽ കുറച്ച് മസാല കേട്ടോ, ബാക്കിയുള്ള മസാലയാണ് നമുക്ക് ഈ പാനിലോട്ട് ചേർക്കാം. നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിലോട്ട് ഈ മസാല അല്ലാണ്ട് വേറെ പൗഡറുകളൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. ഇത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മീനാണ്. നമുക്കിത് ഈ മസാലയിലോട്ട് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മീൻ ഉടഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം കേട്ടോ. ഇത് 1-2 മിനിറ്റ് ഒന്ന് ആവി കയറ്റിയാൽ മതി, കൂടുതൽ വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ദമ്മിൽ കിടന്നിട്ട് കുറച്ച് നേരം ഇരിക്കുമല്ലോ, ജസ്റ്റ് ഒന്ന് ആവി കയറ്റിയാൽ മാത്രം മതി കേട്ടോ. നമുക്കിതിലോട്ട് 1-2 പിടി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാള കൂടെ ചേർക്കാം. ഈ ഫ്രൈ ചെയ്ത സവാളയുടെ കൂടെ ഒരു സ്മെല്ല് വരട്ടെ. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിത് അടച്ചു വെക്കാം. അടുത്തതായിട്ട് നമുക്ക് റൈസ് റെഡിയാക്കി എടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഫിഷ് മസാല റെഡി ആയില്ലേ. റൈസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വലിയൊരു പാൻ എടുത്തിട്ടുണ്ട്. ഈ പാനിൽ തന്നെ കേട്ടോ ഞാൻ ദം ചെയ്യുക കൂടെ ചെയ്യുന്നത്. ഇവിടെ ഇതിലോട്ട് നമുക്ക് എണ്ണ ഒഴിക്കാം. ഞാൻ ഇതിലോട്ട് വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. നമുക്ക് നെയ്യ് ചേർക്കണം. നെയ്യ് നമുക്കൊരു 2-3 ടേബിൾ സ്പൂണൊക്കെ നെയ്യും ചേർക്കാം കേട്ടോ. നമ്മുടെ എണ്ണയും നെയ്യൊക്കെ നന്നായിട്ട് ചൂടായി വരട്ടെ. ചൂടായി വരുമ്പോൾ നമുക്കിതിലോട്ട് സ്പൈസസ് ചേർക്കണം. ഞാനിവിടെ ഒരു 6 ഏലക്ക എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു 10ഓളം ഗ്രാമ്പ് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 1-1.5 ഇഞ്ചുള്ള പട്ട ചെറിയ പീസുകളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ സഹജീരകം എടുത്തിട്ടുണ്ട്. ഇനി സഹജീരകം ഇല്ലെങ്കിൽ നമ്മുടെ ചെറിയ ജീരകം, നല്ല ജീരകം എടുത്താൽ മതി. നല്ല ജീരകം കുറച്ചെടുത്താൽ മതി കേട്ടോ, ഒരു 1/2 ടീസ്പൂണ്. ഇനി നമുക്കിത് ചൂടായ എണ്ണയിലോട്ട് മാറ്റാം. ഇതിലോട്ട് ഞാൻ ഒരു സവാള സ്ലൈസ് ചെയ്ത് ചേർക്കണം. കുറേയൊന്നും വേണ്ട, ഒരു സവാള മതി. അടുത്തതായിട്ട് ഞാൻ കുറച്ച് കറിവേപ്പില കൂടെ ചേർക്കുന്നുണ്ട്. ഈ വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടെ ബിരിയാണിയിൽ ചേർത്താൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടുള്ള ബിരിയാണി ഞാൻ ആദ്യമൊന്നും വെളിച്ചെണ്ണ യൂസ് ചെയ്യാറുണ്ടായിരുന്നില്ല ബിരിയാണിയിൽ. സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ പാം ഓയിലൊക്കെ യൂസ് ചെയ്യാറ്. ഇപ്പോൾ ഞാൻ അധികം വെളിച്ചെണ്ണയിലാണ് ബിരിയാണി ഉണ്ടാക്കാറ്. ഒന്നുകൂടെ ഹെൽത്തിയാണ്, അതുപോലെ തന്നെ ടേസ്റ്റിയാണ് വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടുള്ള ബിരിയാണി. അത് ഗീ റൈസ് ആണെങ്കിലും വെളിച്ചെണ്ണ ചേർത്താൽ പ്രത്യേക ടേസ്റ്റാണ്. നമ്മുടെ സവാള ചെറുതായിട്ടൊന്ന് വഴന്ന് വരട്ടെ, ഒരുപാട് വഴന്ന് പോകരുത്. ഇനി ഇതിലോട്ട് ഞാൻ റൈസ് ചേർക്കണേ. ഇത് ജീരകശാല റൈസാണ്. ഏത് റൈസ്, ബസ്മതി റൈസോ ജീരകശാല റൈസൊക്കെ ഉപയോഗിക്കാം കേട്ടോ. ഈ റൈസ് 1 കിലോ റൈസാണ് കേട്ടോ. ഇത് ഞാൻ നന്നായി കഴുകി ഒരു 20 മിനിറ്റ് സോക്ക് ചെയ്തിട്ട് അരിപ്പ പാത്രത്തിലോട്ട് മാറ്റിയിരിക്കുകയാണ്. നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ ചൂടായ പാനിലോട്ട് ഈ റൈസ് ചേർത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ബിരിയാണിയിൽ റൈസ് വിട്ട് നിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് നമ്മുടെ റൈസ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് വിട്ട് വരണം, അതുവരെ ഇളക്കാം കേട്ടോ. ഇനി ബിരിയാണി ഗീ റൈസൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ ഉണ്ടാക്കാം കേട്ടോ. ഒരു പ്രത്യേക ഇതായിരിക്കും നമ്മുടെ റൈസിന്. ഇപ്പോൾ നമ്മുടെ റൈസ് വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ചിട്ടുള്ള വെള്ളം ഒഴിക്കാം. ഇവിടെ ഞാൻ 1:2 റേഷ്യോയിലാട്ടോ വെള്ളം എടുത്തിട്ടുള്ളത്. ഒരു പാത്രം റൈസിന് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 പാത്രം വെള്ളമാണ്. ഇങ്ങനെ 1:2 റേഷ്യോയിൽ വെള്ളം എടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുള്ള ബിരിയാണി തന്നെ കിട്ടും. ഇനി നന്നായിട്ട് വിട്ട് നിൽക്കുന്ന ബിരിയാണിയാണ് വേണ്ടതെങ്കിൽ 1 കപ്പ് അരിയിലോട്ട് 1.5 കപ്പ് വെള്ളം എന്ന രീതിയിൽ ചേർത്താൽ മതി കേട്ടോ. നമുക്കിതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഈ വെള്ളത്തിന് ഉപ്പ് മുന്നിട്ട് നിൽക്കണം, എന്നാലേ ഉള്ളൂ കുക്കായി വരുമ്പോൾ നമ്മുടെ റൈസിലും ഉപ്പുണ്ടായിരിക്കുക. ഇതിലോട്ട് ഞാൻ അരമുറി നാരങ്ങ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. അരമുറി മതി കേട്ടോ, ഒരുപാടൊന്നും വേണ്ട. ഇനി നമ്മളിവിടെ പിഴിഞ്ഞൊഴിച്ചിട്ടില്ലെങ്കിൽ ദം ചെയ്യുന്ന സമയത്ത് ചേർത്ത് കൊടുത്താലും മതി. അടുത്തതായിട്ട് ഞാൻ ഈ റൈസിലോട്ട് ചേർക്കുന്നത് ഫിഷ് പീസസ് ആണ്. ഞാനിത് മാരിനേറ്റ് ചെയ്ത് വെച്ച ഫിഷിൽ നിന്ന് മാറ്റി വെച്ചത് തന്നെ കേട്ടോ. ഇത് കണ്ടില്ലേ,
ഫിഷിൻ്റെ പൊട്ടിപ്പോകുന്ന ഭാഗങ്ങൾ. ഇനി നമ്മൾ ഫുൾ ഫിഷൊക്കെ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ വയറിൻ്റെ പോർഷനൊന്നും നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കില്ല. അപ്പോൾ അങ്ങനത്തെ ഭാഗങ്ങളൊക്കെ ചേർക്കണം ഈ ബിരിയാണിയിലോട്ട്. അങ്ങനെ ഈ റൈസിലോട്ട് ചേർക്കുകയാണെങ്കിൽ റൈസിന് മീനിൻ്റെ നല്ലൊരു സ്മെല്ലുണ്ടായിരിക്കും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഒരു ബിരിയാണിയുടെ ഫ്ലേവറും പിന്നെ നമ്മൾ ഫിഷ് പീസും സെർവ് ചെയ്യുന്ന പോലെയാവും. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നല്ല ഫിഷ് ബിരിയാണി തന്നെ കഴിക്കുമ്പോൾ തന്നെ നമുക്കത് ഫീൽ ചെയ്യും നമ്മൾ കഴിക്കുന്നത് ഫിഷ് ബിരിയാണിയാണ്. അപ്പോൾ ഇനി നമ്മുടെ റൈസ് കുക്കായി വരട്ടെ. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. നമ്മുടെ റൈസ് എന്തായെന്ന് നോക്കാം. റൈസിലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് അടുത്തതായിട്ട് ദം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നല്ല ഒരു ഫിഷിൻ്റെ ഒരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ റൈസിന്. നമ്മളിതിലൊരു ഫിഷ് പീസസൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ. ഇനി നമുക്കിത് ദം ചെയ്തെടുക്കാം. ഈ പാനിൽ തന്നെയാണ് ഞാൻ ദം ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതിന്ന് റൈസ് മാറ്റി വയ്ക്കുകയാണേ. നമുക്ക് റൈസ് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. നമ്മുടെ ദം ചെയ്യാനുള്ള ഐറ്റംസ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. റൈസാണ്. റൈസിലൊരു 2 തവിയൊക്കെ റൈസ് ഞാൻ ഇതിൻ്റെ അടിയിൽ വെച്ചിട്ട് ഇനി ഇതിൻ്റെ മുകളിൽ വേണം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫിഷ് മസാല സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫിഷ് മസാല മുഴുവനായിട്ട് തന്നെ ഞാൻ ഇതിൻ്റെ മുകളിലോട്ട് വെക്കണേ. ഫിഷ് പീസസൊക്കെ ഉടയാതെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. നമുക്ക് ഈ ഫിഷ് പീസസ് സ്പ്രെഡ് ചെയ്യാം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള റൈസിൻ്റെ പകുതി ഭാഗം ഇതിൻ്റെ മുകളിലായിട്ട് സ്പ്രെഡ് ചെയ്യാം. ഏകദേശം നമ്മുടെ റൈസ് ഒരു 80% കുക്കായിട്ടുള്ളൂ കേട്ടോ. ഇനി ബാക്കിയുള്ളത് നമ്മുടെ ദമ്മിൽ കിടന്നിട്ട് വേണം കുക്കായി വരാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ പകുതി ഭാഗം സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് നെയ്യ് ഒഴിക്കാം. അതുപോലെ തന്നെ ഇത് ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഗരം മസാല അല്ലെങ്കിൽ ബിരിയാണി മസാലയാണ്. ഇതിന്ന് ഒരു പിഞ്ച് എടുക്കാം. അത്യാവശ്യം ഒരു 1/4 ടീസ്പൂണൊക്കെ ഉണ്ട് കേട്ടോ ഇത്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള സവാള ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാളയുടെ പകുതി ഇതിലോട്ട് ചേർക്കാം. അതുപോലെ തന്നെ കുറച്ച് മല്ലിയില ചേർക്കാം. പിന്നെ കുറച്ച് പുതിനയില ചേർക്കാം. ഇത്രയും സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ബാക്കിയുള്ള റൈസ് സ്പ്രെഡ് ചെയ്യാം. നമുക്ക് ഈ റൈസ് സ്പ്രെഡ് ചെയ്യാം കേട്ടോ. നല്ല പ്ലെയിൻ ആയിട്ടുള്ള റൈസ് അല്ലേ ഇത്. അപ്പോൾ നമുക്ക് ഇതിലോട്ട് ഒന്നുകിൽ സാഫ്രോൺ മിൽക്ക് ചേർക്കാം. 2 ടേബിൾ സ്പൂൺ പാലിൽ ഒരു പിഞ്ച് സാഫ്രോണ് സോക്ക് ചെയ്ത് വെച്ചത് ഒഴിക്കാം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ എടുത്തിട്ട് ഈ റൈസിൻ്റെ മുകളിൽ ഒന്ന് സ്പ്രെഡ് ചെയ്താൽ മതി. നമ്മൾ റൈസ് മിക്സ് ചെയ്യുന്ന സമയത്ത് ചെറുതായിട്ടൊരു മഞ്ഞ കളർ കിട്ടും. ഒരു ഓഫ് വൈറ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഒരു കാണാൻ തന്നെ ഒരു പ്രത്യേകത ആയിരിക്കും റൈസിന്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ബാക്കിയുള്ള ഐറ്റംസ് സ്പ്രെഡ് ചെയ്യാം. ഒരു പിഞ്ച് ഗരം മസാല പൗഡർ ചേർക്കാം. ഇനി നെയ്യ് ഒഴിക്കാം. 1-2 ടേബിൾ സ്പൂൺ നമുക്ക് നെയ്യ് ഒഴിക്കാം. ഇനി ഞാൻ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. നമ്മുടെ ഈ ബിരിയാണി പോട്ട് നന്നായിട്ട് കവർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു പാത്രം തന്നെ വെക്കണം കേട്ടോ. ആവിയൊന്നും പുറത്തോട്ട് പോകരുത്. ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കനൽ കോരിയിടാം. കനൽ ആദ്യം റെഡിയാക്കി വെക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒരു വെയിറ്റ് കൂടെ വയ്ക്കാം. നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. 1 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇരിക്കട്ടെ. അതിനുശേഷം നമുക്ക് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് 10 മിനിറ്റ് വേവിക്കണം. വെരി ലോ ഫ്ലെയിമിൽ. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ നമുക്ക് അരമണിക്കൂർ ഇങ്ങനെ വെച്ചതിന് ശേഷം മാത്രമേ നമ്മുടെ ദമ്മ് തുറക്കാവൂ. 1 മണിക്കൂറിന് ശേഷമുള്ള നമ്മുടെ ബിരിയാണി ആട്ടോ. ഇത് ബിരിയാണി പാനാണ്. ഞാനിതിന് മുകളിലത്തെ അമ്മിക്കല്ല് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കനൽ എടുത്ത് മാറ്റാം. നമ്മുടെ ബിരിയാണി ദമ്മായി വന്നിട്ടുണ്ട് കേട്ടോ. ഇലകളൊക്കെ വാടിയിട്ടുണ്ട്. നമുക്ക് ഈ റൈസ് ഒന്ന് മിക്സ് ചെയ്യാം. റൈസ് മാത്രം മിക്സ് ചെയ്താൽ മതിയേ. ഒരിക്കലും ഫിഷ് പീസുമായിട്ട് കൂട്ടിയിട്ട് മിക്സ് ചെയ്യരുത്. ഫിഷ് പീസ് ഉടഞ്ഞു പോകും. അപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. നല്ല ഫ്ലേവറൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഫിഷിൻ്റെ നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട്. ഇനി റൈസിനെ നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി ഫിഷ് പീസസ് മാറ്റി വെച്ചതിന് ശേഷം ഒന്നുകിൽ മസാലയായിട്ട് കൂട്ടിയിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ സെർവ് ചെയ്യാം. ഞാൻ ഈ മഞ്ഞൾപ്പൊടി ചേർത്തപ്പോഴും കണ്ടില്ലേ ബിരിയാണിക്ക് തന്നെ ഒരു പ്രത്യേക ഒരു കളർ വന്നത് കണ്ടോ. മഞ്ഞൾപ്പൊടി ചേർത്താൽ ഇങ്ങനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള ബിരിയാണി കിട്ടുമേ. നല്ല ഫ്ലേവർ വരുന്നുണ്ട് ബിരിയാണിയുടെ. ഇനി നമുക്ക് ഈ ഫിഷ് പീസസ് ഉണ്ടല്ലോ, പീസ് മാറ്റി വയ്ക്കാം. അതിന്ന് അത് കഴിഞ്ഞിട്ട് മസാല ഇട്ട് കുറച്ച് റൈസ് മിക്സ് ചെയ്ത് വയ്ക്കാം. വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം നമുക്ക് ഫിഷിൻ്റെ പീസസ്. കുറച്ച് മസാലയോട് കൂടെ തന്നെ മാറ്റി വയ്ക്കണം കേട്ടോ.
ഇനി ഫിഷ് പീസ് മാറ്റാണ്ട് നമ്മളിത് മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് വിളമ്പാൻ വേണ്ടിയിട്ട് പീസ് ഉണ്ടാവില്ല. ഫിഷല്ല പെട്ടെന്ന് പൊട്ടും. അതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ഫിഷ് പീസുകളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഈ മസാല ചോറുമായിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി വേണമെങ്കിൽ നമുക്ക് 2-3 ഫിഷ് പീസ് വെച്ചിട്ട് ഈ മസാല അതിൻ്റെ മുകളിൽ കുറച്ച് വയ്ക്കാം. അതിനുശേഷം നമ്മുടെ ഈ വൈറ്റ് റൈസ് വെച്ചിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് ഈ മസാലയിലോട്ട് ഈ റൈസ് മിക്സ് ചെയ്തിട്ടും സെർവ് ചെയ്യാം. നമുക്ക് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാള ചേർക്കുകയാണേ. ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് റൈസ് ചേർക്കാം. ഈ വൈറ്റ് കളർ റൈസാട്ടോ ഞാൻ ചേർക്കുന്നത്. വൈറ്റ് പറഞ്ഞൊരു ഓഫ് വൈറ്റ് റൈസാണേ. ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഫിഷ് പീസ് ചേർക്കാം. ഒരു 2-3 പീസ് എടുക്കാം. ഇനി നമ്മുടെ ഈ മസാല റൈസ് കുറച്ചിടാം. ഇതിൻ്റെ മുകളിലായിട്ട് വീണ്ടും ഓഫ് വൈറ്റ് കളർ റൈസ് വയ്ക്കാം. ഇനി നമുക്കിത് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. ജസ്റ്റ് ഫ്ലിപ്പ് ചെയ്യാം കേട്ടോ. നമ്മുടെ നല്ല ഭംഗിയുള്ള ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ഈസിയും ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആട്ടോ ഈ ഫിഷ് ബിരിയാണിക്ക്. ബിഗിനേഴ്സിനൊക്കെ ഫോളോ ചെയ്യാവുന്ന ഒരു റെസിപ്പിയാണിത്. വീണ്ടും നല്ല അടിപൊളി റെസിപ്പികളുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.